വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3 വാക്യങ്ങൾ 22 മുതൽ 30 വരെ. സ്നാപകന്റെ ദൗത്യം. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ, നീ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവദിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്നു ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 10 മുതൽ 17 വരെ. ഐക്യത്തിൽ ജീവിക്കുന്നു. സഹോദരരെ, നിങ്ങളെല്ലാവരും ഒരേ കാര്യം സംസാരിക്കുകയും നിങ്ങളിൽ ഭിന്നതയില്ലാതിരിക്കുകയും ചെയ്യട്ടെ. മനസ്സിലും ചിന്തയിലും ഐക്യപ്പെടണമെന്ന് നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാരണം എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ കലഹങ്ങളുണ്ടെന്ന് ക്ലോയയുടെ കുടുംബാംഗങ്ങൾ മുഖാന്തരം നിങ്ങളെപ്പറ്റി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോയുടേതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ മിശിഹായുടേതാണ് എന്നു പറയുന്നതിനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിശിഹ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അല്ലെങ്കിൽ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ മാമോദീസ സ്വീകരിച്ചത്? ക്രിസ്പോസിനെയും ഗായൂസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ മാമോദീസ മുക്കിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കില്ല. എസ്തപ്പാനോസിന്റെ കുടുംബത്തിലും ഞാൻ മാമോദീസ നൽകിയിട്ടുണ്ട്. അല്ലാതെ മറ്റാർക്കും ഞാൻ മാമോദീസ നൽകിയതായി എനിക്കറിയില്ല. കാരണം മിശിഹ എന്നെ അയച്ചത് മാമോദീസ നൽകാനല്ല, പ്രത്യുത സുവിശേഷം പ്രസംഗിക്കാനാണ്. അത് വാഗ്വിലാസത്തോടെയായിരുന്നില്ല. മിശിഹായുടെ കുരിശ് വ്യർത്ഥമാകാതിരിക്കാനായിരുന്നു ഇത്.